Hallelujah. Glory be to God. Bless the Lord, O my soul. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. Praise the Lord. Hallelujah. Glory be to God. ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവത്തിനോട് നന്ദി പറയാം. Praise the Lord. Hallelujah. ഇന്ന് സംസാരിക്കാണ്ട് പോകുന്നത് സാത്താൻ്റെ 10 സ്ട്രാറ്റജികളാണ് നമ്മളെ തകർക്കാനായിട്ട് പിശാച് ആത്മാമണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് പാർട്ട് 1 ഓൾറെഡി നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് പാർട്ട് 2. പാർട്ട് 3 നമുക്കിനി എങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി പറയാനായിട്ട് പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. ശമ്പന്തമ്മലക്കനാരതീതകന് ശമ്പന്തമ്മനതീതകന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയും. ഈ വചനം പറയുമ്പോൾ തന്നെ അനേകം ആൾക്കാരിലേക്ക് പരിശുദ്ധാത്മാൻ്റെ ശക്തി കൊടുക്കുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനായിരിക്കും ഇപ്പം നമ്മൾ സാത്താൻ്റെ സ്ട്രാറ്റജികൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്നുകൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ സാത്താൻ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്താൻ നമ്മളെന്താണോ അതങ്ങനെയല്ല എന്ന് പറയും. സാത്താൻ ലൈസ് ആൻഡ് ഈസ് ദ ഫാദർ ഓഫ് ലൈസ്. ഓക്കെ, ഗോസ്പൽ ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 44, യോഹന്നായ സുവിശേഷം 8:44 അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിന് പറയുന്നുണ്ട്, നിങ്ങൾ പിശാചന്റെ പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമല്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് എന്താശക്തി. അപ്പം നമ്മൾ സാത്താൻ ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരിലൂടെ പ്രവർത്തിക്കും, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം സാത്താന് വ്യക്തമായിട്ട് ഒരു നേരിട്ട് വന്ന് നമ്മളോട് ചെയ്യാൻ പറ്റത്തില്ല. അത് ആത്മമണ്ഡലത്തിൽ സാത്താൻ ഇസ് എ സ്പിരിറ്റ്. ഓക്കെ, അപ്പം ഏതെങ്കിലും വ്യക്തികളിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പ്രെയർ ലൈഫിനെ അറ്റാക്ക് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്താൻ ബ്ലൈൻഡ്സ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ്. ഓക്കെ, നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ പ്രൈസ് ആ വചനം മറ്റുള്ളവരിലേക്ക് എത്താതെ ഇരിക്കാനായിട്ട് ആൾക്കാരെ മനസ്സിനെ ബ്ലൈൻഡ് ചെയ്യും സാത്താൻ. അതിന് റെഫറൻസ് ആയിട്ട് 2 കൊറിന്ത്യൻസ് 4:4 ഞാൻ പറഞ്ഞു. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 4, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനായിട്ട് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് അനേകം ആൾക്കാർ വേണ്ടത്ര പ്രാർത്ഥനയും ഒരുക്കുമില്ലാതെ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോകണേ ഒന്നും നടക്കത്തില്ല. എന്നൊക്കെ ഞാൻ വ്യക്തമായ പ്രാർത്ഥനയില്ലാതെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ? അവിടെയൊന്നും ആൺമക്കൾ വിടുവിക്കപ്പെട്ടിട്ടില്ല. എന്ന് ഉപവാസത്താലും പ്രാർത്ഥിക്കാനും പോയിട്ടുണ്ടോ? അവിടേക്ക് ഒത്തിരി ഉണർവുകൾ കർത്താവ് അവിടെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവൻ പ്രകാശത്തിൻ്റെയും നീതിയുടെയും വസ്ത്രങ്ങൾ ധരിക്കുന്നു. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ഉണ്ടാക്കുന്ന സ്ട്രാറ്റജികൾ എന്ന് വെച്ചാൽ തന്ത്രങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം, ഹി വിയേഴ്സ് ദ ഗാർമെൻറ്റ്സ് ഓഫ് ലൈറ്റ് ആൻഡ് റൈച്ചസ്നെസ്. അത് 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 13, 2 കൊറിന്ത്യൻസ് 11 നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയുള്ളവൻ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. അതുപോലെ സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ഫോർ സാത്താൻ ഹിംസെൽഫ്
ട്രാൻസ്ഫോംസ് ഹിംസെൽഫ് ഇൻ ടു ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11:15 പറയുന്നു. 2 കൊരിന്ത്യർ ചാപ്റ്റർ 11 വേഴ്സസ് 15 പറഞ്ഞ്, ആകയാൽ അവൻ്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ വേലയിലേക്ക് വരുമ്പോൾ ഒത്തിരി ആൾക്കാർ വചനം പ്രസംഗിക്കാനായിട്ട് വരും. അനേകം ആൾക്കാർ കർത്താവിൻ്റെ വചനം തന്നെ പ്രസംഗിക്കും. നമ്മൾ വിശ്വസിച്ച് പോകും. പക്ഷേ നമുക്കറിയാം, ഈ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരും അവരുടെ പ്രവൃത്തിയും നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തി നമ്മൾ വിശ്വസിക്കണം, ശ്രദ്ധിക്കണം. പ്രവൃത്തി എന്ന് വെച്ചാൽ അവർ വചനം ചെയ്യുന്നവർ മറ്റുള്ളവരെ പറ്റി അവർ തമ്മിലടിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഗോസ്പൽ പ്രീച്ചേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രസംഗം ദൈവികമല്ല. പ്രൈസ്, അത് മാനുഷികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് സമാധാനത്തിൻ്റെ ആത്മാവാണ്, അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഗോഡ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതാണ് വെച്ചാൽ നമ്മളെ സമാധാനവും കെയറും തരുന്ന ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അത് സ്പിരിറ്റ്. നമുക്ക് ഭയം ധരിപ്പിക്കുന്ന ആത്മാവല്ല. ഓക്കെ, നമുക്ക് സ്നേഹവും അതേപോലെ തന്നെ നമുക്ക് കറേജ് തരുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ധൈര്യം തരുന്ന ആത്മാവ്, സുബോധം തരുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ കാര്യം എന്താണ്? സാത്താൻ ഓൾസോ ഡസ് ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താനും പ്രവർത്തിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 9. തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനം അതിൽ 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 24 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വലിയ അടയാളങ്ങൾ, അതാണ് പറഞ്ഞത്, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും വ്യാജ പ്രവാചകന്മാർ കാണിക്കും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം കർത്താവിൻ്റെ വചനമായിട്ട് നമ്മൾ ഒത്തുനോക്കണം. അതിനെതിരാണെങ്കിൽ അവർ പ്രസംഗിക്കുന്ന വചനമാണെങ്കിൽ തന്നെയും സാത്താൻ അവരിലൂടെ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചെയ്യുമായിരിക്കാം, പക്ഷേ അവർ പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കാനായിട്ട് പോകരുത്. നിങ്ങൾ കർത്താവിൻ്റെ വചനപ്രകാരം അവർ ഒത്തു നോക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന വേറെ ഒന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥിക്കും, കർത്താവ് തന്നെ നമുക്ക് ആത്മാവിനെ വിവേചിക്കാനുള്ള കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. തുടർമാനായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5ാമത്തെ കാര്യം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ, സാത്താൻ ടെംപ്റ്റ്സ് പീപ്പിൾ ടു സിൻ. അതാണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അറിയണം. കർത്താവിൻ്റെ വചനത്തെ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് വചനം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വചന ധ്യാനം നമ്മളിനെടുത്ത് മാറ്റും. വേറെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുതരും. അശുദ്ധ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ തകർക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് ഗോസ്പൽ പ്രീച്ചേഴ്സിൻ്റെ ഉള്ളിൽ സാത്താൻ കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ സെക്ഷൽ ചിന്തയാണ്. സെക്ഷൽ ചിന്ത കൊണ്ടുവന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ സഹോദരന്മാർ സാത്താൻ സെക്ഷൽ ചിന്തകളാൽ, പ്രൈസ് ദി ലോർഡ്, മൈൻഡിനെ അശുദ്ധമാക്കുകയും തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം പഠിക്കുന്നത് അത് കർത്താവിൻ്റെ വചനം പിന്നെ വായിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ചിന്താ മണ്ഡലത്തെ അറ്റാക്ക് ചെയ്യും പിശാച്. അപ്പോൾ നമ്മളെന്തെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ തിരക്കത്താൽ നമ്മളെ കഴുകണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ വേല നിൽക്കുന്ന ഓരോ വ്യക്തിയും സാത്താൻ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് വെച്ചാൽ ദ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വെച്ചാൽ ഇതൊരു സ്ട്രോങ് മാൻ സ്പിരിറ്റാണ്. അന്ധകാര മണ്ഡലത്തിലെ സാത്താന്യ ലോകത്തിലെ ഒരു സ്ട്രോങ് മാൻ സ്പിരിറ്റുകളെ ഒന്നാണ്. പാസ്റ്റാജ്ബാണി കോൾപ്പസ്യു, ഡിസി ചാക്ക കോൾപ്പസ്യു സെറ്റ്. അതാണ് ഈ സ്പിരിറ്റുകളെ മൊത്തം നമ്മൾ യേശുവിൻ്റെ തിരക്തത്താൽ നമ്മൾ ബന്ധിക്കണം. യേശുവിൻ്റെ നാമത്താൽ നമ്മൾ തകർത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ യേശുവിൻ്റെ നാമത്താൽ ഈ സ്ട്രോങ് മാൻ സ്പിരിറ്റിനെ നമ്മൾ ബന്ധിച്ച് റിബ്യൂക്ക് ചെയ്ത്, നിങ്ങൾക്ക് അധികാരമുണ്ട്.
ലൂക്കാസ് 10:19 അടിസ്ഥാനത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് മേ സ്പിരിറ്റിനെ നമ്മളെ ബന്ധിച്ച് യു ഹാവ് ടു കമാൻഡ് ആൻഡ് ലീവ് ദിസ് കാസ്റ്റ് ഔട്ട് ദിസ് ഈവിൾ സ്പിരിറ്റ് ഫ്രം ഈ സ്പിരിച്വൽ റെലം. അതാണോ പറഞ്ഞത്? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ചിലപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പ്രമാണമായി നമ്മളൊരു പാറക്കെട്ട് നമ്മൾ ഞാൻ ചുറ്റി വെച്ച് ഇടിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം ഇടിച്ചു കഴിയുമ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം കർത്താവിൻ്റെ വചനം ഉപയോഗിക്കുമ്പോൾ പ്രൈസിലോ അതാണ് കർത്താവിൻ്റെ വചനം ഇരുതല്ല വാളിനേക്കാളും മുറിച്ചുള്ളതാണ്. പ്രൈസിലോ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം സാത്താനെ കൊട്ടുകൾ തകരും. അപ്പം ഞാൻ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന തടയുന്ന ദുരാശക്തി ചിന്തകളായിട്ട് മിളച്ചുപരമായ ചിന്തകൾ, സ്പിരിറ്റ് ഓഫ് ബ്ലസ്ഡ്, സ്പിരിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, സ്പിരിറ്റ് ഓഫ് ജോബ്സ്, and the problems creating in anybody's life, that any kinds of problems, the problems of jobs, financial problems, അതുപോലെ സാമ്പത്തിക മേഖല, വരുമാനമറിയ ജോലിയുടെ പ്രശ്നങ്ങൾ, കുടുംബഭാരങ്ങൾ, അതുപോലെ തന്നെ പല ചിന്തകളാൽ സ്പിരിറ്റ് ഓഫ് ബ്ലസ്ഡ് ഞാൻ പറഞ്ഞ പോലെ ഈ യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൻ്റെ തകർക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ ശക്തിയിൽ യേശുവിൻ്റെ നാമത്തെ സ്പിരിറ്റിനെ ചേഞ്ച് ചെയ്ത് റിബ്യൂക്ക് ചെയ്ത് ഐ കമാൻഡ് ടു ലീവ് എ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. പറയും ശമ്പം തമ്മനതി തപ്പനലകന ശമ്പലകനരതി യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറയും ആമേൻ. യു കൻ ടൈപ്പ് ആമേൻ ആൻഡ് റിസീവ് ഇറ്റ്. ഓക്കെ, ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രയർ ലൈഫിന് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യം, സാത്താൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാത്താൻ ടെംപ്റ്റ്സ് പീപ്പിൾ ടു സിൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. മത്തായി 4:1 ഉണ്ടെന്ന് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയും അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തുടർമാനായിട്ട് പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി അവനോട് നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതാണ് സാത്താൻ വചനം എടുത്ത്, ഇതാണ് അന്ധകാര ശക്തിയിൽ വചനം എടുത്ത് ഉപയോഗിക്കും. വചനത്താൽ തന്നെ നമ്മൾ അടിക്കും. നമുക്ക് സാത്താൻ ഏറ്റവും കൂടുതൽ വചനം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനങ്ങൾ ശീലിക്കുക, നിങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അറിയാം. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ അതാണ് നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യേശുക്രിസ്തുവോടെ പറയുന്നത്, വചനം സൃഷ്ടിച്ച ദൈവത്തോടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ നിൻ്റെ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതിലൊരു സാത്താൻ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ യേശുക്രിസ്തു ദൈവപുത്രനാണോ എന്ന് അറിയണം. അതാണ് നമ്മളൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അല്ലാത്ത നമ്മൾ പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പബ്ലിക്കായിട്ട് പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒച്ച പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും ഈ സാത്താനെ കോട്ടകൾ മൊത്തം കേൾക്കും. ഡെവിൾ ഇസ് എ സ്പിരിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലും പ്രാർത്ഥിക്കാം. അതാണ് ഹന്ന മനസ്സിൽ പ്രാർത്ഥിച്ചല്ലോ, അതിന് ആൻസർ കിട്ടി. മനസ്സിൽ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദെയർ വിൽ ബി ആൻസറബിൾ. എല്ലാ പ്രായറും നമ്മൾ ഒച്ച പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പം ആരും ഇല്ല എങ്കിൽ തന്നെയും നമ്മൾ ഒച്ച പ്രാർത്ഥിക്കുമ്പോൾ സാത്താനെ കോട്ടകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിൽ കർത്താവിനോട് പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അത് അന്ധകാശയ്ക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ അത് പിടുത്തം കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്കുണ്ടാകും, നമുക്ക് അത്ഭുതങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവവും നമ്മളായിട്ടുള്ള ആ ഒരു ഇതാണെന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയുടെ കൈമാറ്റമല്ല നടക്കുന്നത്. അപ്പം ഒച്ച പ്രാർത്ഥിക്കണം, അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷ പ്രാർത്ഥിക്കും, മനസ്സിൽ പ്രാർത്ഥിക്കും, സാത്താനെ പിടികിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാനും നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വന്നത്. അപ്പം സാത്താൻ യേശു ക്രിസ്തുവിനോട് പറയാണ്, പ്രൈസ് ദി ലോർഡ്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കല്ലിനോട് തട്ടാതെ വണ്ണം കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടി എഴുതിയിരിക്കുന്നു പറഞ്ഞു. അതാണ് വചനം എടുത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിശാച് നമുക്ക് തകർക്കാനുള്ള കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തിൽ ഇതാണ് നമ്മുടെ അതോറിറ്റി. ഏത് സമയവും സാത്താൻ അത് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഏത് സമയം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവമക്കളാണ് നമ്മൾ ചിന്തിക്കണം. ഏത് സമയം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ലോകത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ചുമ്മാ ജീവിച്ചു പോകാനായിട്ടല്ല, മറിച്ച്
ജനലക്ഷങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാത്താന്യ കോട്ടകൾക്കൊരു ഭീഷണിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാത്താന്യ ലോകം തകർക്കാനായിട്ട് കർത്താവ് വിളിക്കപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കണം. ജാതികൾക്ക് അപ്പോസ്തലനായിട്ട് എന്നെ വിളിച്ചു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം എല്ലാ ദിവസവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റർടൈൻ റിവ്യൂവിന് വേണ്ടി കർത്താവ് എന്നെ വിളിച്ചു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ രാജ്യങ്ങൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് കർത്താവ് നമ്മൾ വിളിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യണം. ആയിരിക്കുന്ന സിറ്റിയിൽ ആരും പ്രസംഗിച്ചില്ലെങ്കിലും എന്നെ കർത്താവ് അപ്പോയിൻറ്റ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞാനൊക്കെ പല സ്ഥലത്ത് സിറ്റികൾ ആരും പ്രസംഗിക്കാനില്ലെങ്കിലും ഈ സിറ്റിയിൽ കർത്താവ് എന്നെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് പ്രസംഗിച്ചു. ഇന്നൊക്കെ ആ സിറ്റിയിൽ അനേകം പേര് കർത്താവിനെ അറിയുന്നു പ്രിയമുള്ളവർ. അപ്പോൾ ആ സിറ്റിയിൽ നമ്മൾ പോകണം, കർത്താവിനെ പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ലോർഡ്. അപ്പം ഞാൻ പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് ഞാൻ തരാമെന്ന് പറയുന്നു. ദൈവം ഒരിക്കലും സാത്താനെ വീണ് നമസ്കരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതാണ് പിശാചിനെ അറിയേണ്ടത്. സാത്താൻ യേശുക്ക് ദൈവത്തിനാണെന്ന് പിശാചിനെ അറിയേണ്ടത്. അത് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നിട്ട് പിന്നെ വിട്ടു. ഗോ എവേ. പ്രൈസ് ദി ലോർഡ്. ദീസ് വാട്ട് ബൈബിൾ സേയിങ്. അതാണ് ഇറ്റ് ഈസ് റിട്ടേൺ. ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഓൾ ദ വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവരി വർഷിപ്പ് and every praise and worship, it is we have to give it to the God only, that is Jesus Christ. Praise the Lord. അതാണ് ദൈവമല്ലാതെ ഒരാളുടെ മുമ്പിൽ കുൺപിടാനായിട്ട് പോകരുത്. എത്ര വലിയ എംപ്ലോയർ ആണെങ്കിലും എത്ര പൈസ വരുന്ന ആൾക്കാരാണെങ്കിലും ഒരാളുടെയും കാല് പിടിക്കാനോ കുമ്പിടാനായിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് നമ്മളെ രാജകീയ വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ മുട്ടുമുടക്കാവുള്ളൂ. ഒരാളുടെ മുമ്പിൽ മുട്ടുമുടക്കരുത്. ഞാനൊക്കെ പലപ്പോഴും പല എംപ്ലോയറുടെ മുമ്പിലൊക്കെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ജോലി സമയത്തൊക്കെ പലരും പൈസ കൊടുക്കുന്നത് കാലെ പിടിക്കുന്നത്. ഒരിക്കലും കാലെ പിടിക്കാനായിട്ട് പോകരുത്. അതൊക്കെ നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ ഇന്ന് ജീവിച്ച നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കൊരു കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഒരു വലിയൊരു MD മരിച്ചുപോയി നമ്മൾ കണ്ടു. ഈ പൈസ കൊണ്ട് എന്ത് കാര്യം? അദ്ദേഹം അവർ അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര പണമല്ല, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾ അവർക്ക് നിത്യതയാണ് പ്രധാനപ്പെട്ടത്. ദീർഘകാലം ജീവൻ വേണം. പൈസ വരും പോകും. പ്രൈസ് ദി ലോർഡ്. പൈസ വരും, പൈസ നമുക്ക് പോകും. അപ്പം പൈസയല്ല സമ്പത്ത്. യേശുക്രിസ്തുവാണ് സമ്പത്ത്, നിത്യസമ്പത്ത്. അതാണ് നമുക്കറിയാം. യേശുക്രിസ്തുവാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. യേശുക്രിസ്തുവാണ് നമുക്ക് പിന്നെ ദീർഘായുസ് തരുന്നത്. ദീർഘായുസോടെ ജീവിക്കേണ്ട കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ ലോകത്തിൽ ഒരു ജീവിതമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ജീവിതം ദീർഘായുസോട് കൂടി ദൈവത്തിൽ ജീവിക്കാണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പൈസയല്ല ഇന്ന് നമ്മൾ ഇന്ന് എന്തിലേക്ക് നമ്മൾ ജീവിക്കാനുള്ള വഴികൾ കർത്താവ് നമുക്ക് തുറന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് പൈസയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ഈ പൈസയുടെ വിലയിരുത്തി ഇത്ര വണ്ടിയുണ്ട്, കാറുകളുണ്ട്, അങ്ങനെയല്ല. അതല്ല. പ്രൈസ് ദി ലോർഡ്. നടന്നു പോയാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ദീർഘായുസ് വരും. ദൈവവചനമാണോ സത്യം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് എല്ലാവരും പൈസയിൽ നമ്മൾ വിട്ടുമാറണം. പൈസ വേണം നമുക്ക്. അമിത ആർത്തിയിൽ നമ്മൾ വിട്ടുമാറണം. അമിത സ്വത്ത് സമാധാനത്തിൽ വിട്ടുമാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഫോക്കസ് ചെയ്യണം. കർത്താവിൻ്റെ വചനം മറ്റുള്ളവർ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. തുടർമാനായിട്ട് പിശാച് അവനെ വിട്ടുപോയി. അതാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. യേശുവിന് കഴിഞ്ഞാൽ പിശാചോട് എതിർത്ത് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:7. പ്രൈസ് ദി ലോർഡ്. റെസിസ്റ്റ് ദ ഡെവിൾ, സബ്മിറ്റ് യുവർസെൽഫ് ടു ദി ലോർഡ്, ദെൻ ഡെവിൾ വിൽ ഫ്രീ ഫ്രം യു. അതാണ് അന്ധകാര ശക്തി നിങ്ങളെ വിട്ടോടും. അതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കീഴടങ്ങണം. പിശാച് എന്തിനെ വിട്ടോടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് പറയാനായിട്ടുള്ളത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഇനി അടുത്ത സെക്ഷൻ തൊട്ട് 6 തൊട്ട് പിശാച് നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രാറ്റജികൾ അത് വ്യാഴാഴ്ച സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയാണ്. അപ്പം ഒരു 2 സെഷൻ എടുക്കേണ്ട ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം സാധാരണ നമ്മുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വേല ചെയ്യുന്നതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് പ്രശ്നം കൊണ്ടുവരും. ചിന്താമടങ്ങൾ അറ്റാക്ക് ചെയ്യും. ബൈബിൾ വായിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നിങ്ങൾ തർക്കം നടക്കും. വചനം നിങ്ങൾ എടുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വചനം എഴുതിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതി കയ്യിൽ എഴുതി പേന എഴുതി കടലാസിൽ എഴുതി പേപ്പറിൽ എഴുതി നമ്മൾ ഡിക്ലെയർ ചെയ്ത സന്ത് ഓർക്കണം. വാഗുകൊണ്ട് പറയണം. ചിന്തിച്ചാൽ പോരാ, വാഗുകൊണ്ട് പറയണം.
പൈസല്ലോ ഹല്ലേലൂയ. ഒരു പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാവിൻ്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് യേശുവിൻ്റെ തിരുത്വത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈ വചനം അനേകം ആൾക്കാരിലേക്ക് എത്തുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ് ഏബിൾ സ്പിരിറ്റിൻ്റെ അന്ധകാശത്തിൻ്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആ ഡെസ്റ്റിനേഷൻ തകർക്കുന്ന, കർത്താവിൻ്റെ കോളിങ് തകർക്കുന്ന ആ അന്ധകാര ശക്തിയിൽ യേശുവിൻ്റെ തിരക്കുവീഴ്ചയിൽ ബ്രേക്ക് ചെയ്യുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബ്രേക്ക് ദ പവർ ഓഫ് ദ സ്ട്രോങ് ആൻഡ് സ്പിരിറ്റ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശമ്പം തമ്മലതി തകന ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം I pray. I declare the freedom right now. I declare the deliverance right now. I declare the joyful heart right now. യേശുവിൻ്റെ നാമത്തിൽ in the name of Jesus Christ. In mighty name of Jesus Christ I pray. Amen. Type amen and receive it. Okay. Glory be to God. നാളെ നമുക്ക് 3:15 ശുശ്രൂഷ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. UK ടൈം 4:15, 5:15, 6:15, 7:15, 8:15, 8:45 ഇന്ത്യൻ ടൈം. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഷെയർ ഇറ്റ്. ഓക്കെ.